ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കർബ് അഥവാ കോൺക്രീറ്റ് ബീഡിംഗ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫ്ലാറ്റ് റൂഫുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പണിയുന്ന വീടുകൾ മിക്കതും കണ്ടംപററി സ്റ്റൈലിലും ബോക്സ് ടൈപ്പിലേക്കുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൊജക്ഷൻസ് ഒട്ടും ഇല്ലാതെയാണ് ഈ ഒരു വീടുകളെല്ലാം നിർമ്മാണം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മഴവെള്ളം അതിലൂടെ ഒലിച്ചിറങ്ങി, ചുമരിലൂടെ ഒലിച്ചിറങ്ങി വീടിനെ ഒരു കൺസ്ട്രക്ഷൻ ഫെയിൽഡ് ആവുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി മഴവെള്ളത്തിനെ കളക്ട് ചെയ്ത് ഡൗൺവേർഡ് പൈപ്പ് വഴി താഴോട്ട് ഒഴുക്കി കളയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കർബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. കർബ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബീഡിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ റിബ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രാധാന്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ സൺഷെയ്ഡ് പ്രൊജക്ഷനിലും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. കാരണം സൺഷെയ്ഡിൽ വീഴുന്ന വെള്ളം ഇതുപോലെ തന്നെ കളക്ട് ചെയ്ത് ഡൗൺവേർഡ് പൈപ്പ് വഴി കൊടുത്തു വിടുന്നു. കാരണം അപ്പോൾ നമുക്ക് ഈ ചുമരിലൂടെ വെള്ളം ഒലിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇനി ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോൺക്രീറ്റ് ചെയ്ത് ഒന്ന് വലിയുന്ന ആ സമയത്ത് തന്നെയാണ് സ്ലാബിന്റെ എഡ്ജിൽ ഫോം വർക്ക് ചെയ്ത് ഈ ഒരു റിബ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കർബ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. സെൻട്രിങ് ആൻഡ് ഷട്ടറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഷട്ടറിങ്ങിന്റെ ആ ഒരു ഹൈറ്റ് റിബ് അഥവാ കർബിന്റെ കനം കൂടെ ഹൈറ്റും കൂടെ കണ്ടുകൊണ്ടാണ് ഷട്ടറിങ് ചെയ്യേണ്ടത്. അതിന് കോൺക്രീറ്റ് പ്രതലത്തിൽ ഈ ഒരു വുഡൻ റണ്ണർ വെച്ചിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ചെയ്ത ഉടനെ തന്നെയാണ് ഈ ഒരു കർബ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. കാരണം നന്നായി കോൺക്രീറ്റ് ചെയ്ത പ്രതലം ഉണങ്ങിയതിന് ശേഷം ഗ്രൗട്ട് ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ക്രാക്കുകൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ തന്നെ നമ്മൾ എപ്പോഴും ഈ കോൺക്രീറ്റ് ചെയ്ത ഉടൻ തന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അത് വലിയുന്നതിന് മുന്നായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കർബ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് മിക്സിൽ നമ്മൾ കർബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് ഇഷ്ടിക വെച്ചുകൊണ്ടും പടുത്ത് ഇങ്ങനെ ഒരു കർബ് കൺസ്ട്രക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ക്രാക്ക് വരാൻ കൂടുതലാണ്. കാരണം ഇഷ്ടിക വെച്ച് പടുത്ത ആ ഒരു എഡ്ജിൽ പടുത്ത് വരുന്ന സമയത്ത് കോൺക്രീറ്റിന് ക്രാക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ കോൺക്രീറ്റിന്റെ മിക്സ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത ഉടനെ തന്നെ വലിയുന്നതിന് മുൻപാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം അതിന്റെ റീസൺ അവിടെ അത്രയും ഒരു ജോയിന്റ് വരാതെയാണ് ഈ ഒരു കോൺക്രീറ്റ് മിക്സിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രാധാന്യം. അതല്ലാതെ നമ്മൾ ഇപ്പൊ ഇതിന് പകരമായിട്ട് ഇഷ്ടിക ഒക്കെ വെച്ചിട്ട് അവിടെ പടുത്ത് ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഇഷ്ടിക വെച്ചിട്ടൊക്കെ കർബ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഇഷ്ടികക്കും അതുപോലെ തന്നെ കോൺക്രീറ്റിനും ഇടയിൽ നേരിയ ക്രാക്ക് പോലുള്ള പ്രതലങ്ങളിൽ കാണപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. കാരണം കോൺക്രീറ്റ് മിക്സ് ആകുമ്പോൾ കോൺക്രീറ്റും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായി അറിയിക്കാം. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ.